ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഇനിയും കണ്ണു തുറക്കാതെ പാടി രസിക്കും വനമന്ത്രി, പാടി രസിക്കും വനമന്ത്രി. ഇനിയും സൂര്യനുദിക്കാതെ, ഇനിയും സൂര്യനുദിക്കാത്ത ജനദ്രോഹികളെ ഭരണക്കാരൻ, ജനദ്രോഹികളെ ഭരണക്കാരൻ, ജനദ്രോഹികളെ വനപാലകരെ വന്യജീവി ആക്രമണ ദുരന്തങ്ങൾക്കും സൗരവേലി വഞ്ചനയ്ക്കും എതിരായി വേറിട്ട സമരവുമായി താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് നിലമ്പൂരിൽ പ്രതിഷേധം നടത്തി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സാരിവേലി സമരമാണ് നിലമ്പൂർ വനം കാര്യാലയത്തിനു മുന്നിൽ സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ഫെറോന ഡയറക്ടർ ഫാദർ ആന്റണി കാരിക്കുന്നേൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ 79-ാം ദിനം ആഘോഷിച്ചു, 70-ാം വാർഷികം ആഘോഷിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുമാണ്. നമ്മുടെ മഹാന്മാരായ പൂർവ്വപിതാക്കന്മാർ അവരുടെ ചോര ചിന്തിക്കൊണ്ട് ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്നോ വൈദേശിക ആധിപത്യത്തിൽ നിന്നോ മാത്രമുള്ളതല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ജന്മാവകാശമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നടക്കാനുള്ള ജന്മാവകാശമാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനുള്ള ജന്മാവകാശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 3 അവകാശങ്ങൾ ജീവിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും സ്വത്ത് സംരക്ഷിക്കാനുമുള്ള നമ്മുടെ ജന്മാവകാശം ധ്വംസിക്കപ്പെടുമ്പോൾ, ഹിംസിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നത്? ഇന്ന് എങ്ങനെയാണ് ഭയമില്ലാതെ മലയോര കർഷകർക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്കൂളിലേക്ക് ധൈര്യസമേതം പറഞ്ഞു വിടാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ സ്വൈരവിഹാരം, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ പെരുകി പുറത്തിറങ്ങുമ്പോൾ ജീവന് സ്വത്തിന് ഭീഷണിയായി സഞ്ചരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വന്യമൃഗങ്ങൾ അനിയന്ത്രിതമായിട്ട് പെരുകുകയാണ്. ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഈ വന്യമൃഗങ്ങൾ പെരുകുന്ന വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ സംരക്ഷിക്കാൻ, കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതിനെ നിഷ്ഠൂരമായി കൊന്ന് അതിന് നമുക്ക് ജനങ്ങൾക്ക് ജീവന് സ്വത്തിന് സംരക്ഷണം നൽകാൻ ഈ നാട്ടിലെ സർക്കാരുകൾ സന്നദ്ധരാണ്, അവരാകണം എന്ന് ഇവിടെ ഈ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് ഇവിടെ ഈ സാരിവേലി സമരം നമ്മൾ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഇവിടെ സമരത്തിൽ ഇറങ്ങുന്നത്? ഇത് ജീവിക്കാനുള്ള സമരമാണ്. ഇത് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഇത് ജീവിക്കാനും അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പകലന്തിയോളം പണിയെടുത്തുകൊണ്ട് ഒരു ജീവിതത്തിന്റെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങളെ കണ്ടെത്തിയേ മതിയാവൂ. അവന്റെ കണ്ണീര് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ. ഇവിടെ വനമന്ത്രി നമുക്ക് ഉണ്ട് എന്നുള്ള സത്യമാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വന്യമൃഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വനമന്ത്രി. തീർച്ചയായും അദ്ദേഹം വനം സംരക്ഷിക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾക്ക് സ്വൈര്യമായി സ്വതന്ത്രമായി നടക്കാനും പെറ്റുപെരുകാനുമുള്ള അവസരം അദ്ദേഹം ഒരുക്കുന്നുണ്ട്. പക്ഷേ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിച്ച് അതിനെ നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹം ഒന്നും ശ്രമിക്കുന്നില്ല. തീർച്ചയായും അദ്ദേഹം ഉറങ്ങുകയാണ് എന്ന് ഞങ്ങൾ ശക്തിയുട്ട് പറയുകയാണ്. അദ്ദേഹം ഉറങ്ങുകയാണ്.
കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ, ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ട്, ഫാദർ മാത്യു തൂമുള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് തൊട്ടിയിൽ, ഷാജി കണ്ടത്തിൽ, ഫാദർ ആന്റണി ചെന്നിക്കര, ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ, ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, ആന്റണി ആലക്കൽ, അപ്പച്ചൻ തേക്കിൻ തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു. സാബു വടക്കേപ്പടവിൽ സ്വാഗതവും വർഗീസ കണ്ണത്ത് നന്ദിയും പറഞ്ഞു. നിലമ്പൂർ ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയായിരുന്നു വനം ഓഫീസിന് മുന്നിൽ സൗരവേലി സമരം നടത്തിയത്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക്. നിങ്ങൾക്കേവർക്കും സ്വാഗതം. Charitra Vivag Bridal Collections by Shobhika Weddings.